മുരളിപ്പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതിന്റെ ഞെട്ടലിലാണ് ജനങ്ങൾ. വനാതിർത്തിയായ പ്രദേശമല്ലായിരുന്നിട്ട് പോലും പുലി എങ്ങനെ ഇവിടെ എത്തി എന്നതിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. അതേസമയം വനം വകുപ്പ് സ്ഥാപിച്ച കൂടുകളിൽ പുലി ഇനിയും വീണിട്ടില്ല. മേഖലയിൽ വനം വകുപ്പ് ശക്തമായ നിരീക്ഷണം നടത്തണമെന്നും ആവശ്യം ശക്തമാകുന്നുണ്ട്. ഇല്ലിച്ചാരിയിൽ നിന്ന് സുബിൻ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇടുക്കി ജില്ലയുടെ സമസ്ത മേഖലകളിലും മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഹൈറേഞ്ചിനപ്പുറം ലോ റേഞ്ചിലും ഇപ്പോൾ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്ത കാര്യമാണ് ലോ റേഞ്ചിൽ തൊടുപുഴയ്ക്ക് സമീപം മുട്ടത്തിനോട് ചേർന്ന് ഇല്ലിച്ചാരി എന്ന് പറയുന്ന പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പ്രദേശം ഇത് ഇല്ലിച്ചാരി പ്രദേശമാണ്. ഈ ഒരു ജനനിബിഡമായ ഒരു പ്രദേശമാണ്. നിരവധി വീടുകളെല്ലാം ഉണ്ട്. ഈ പിന്നിൽ കാണുന്ന ആ ഒരു സ്ഥലത്താണ് ഈ ഒരു പുലി ഉള്ളത് എന്നുള്ള ഒരു കണ്ടെത്തലാണ് നിലവിൽ വനം വകുപ്പ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ച ആദ്യഘട്ടത്തിൽ പുലി ഉണ്ടായിരുന്നത് ഈ ഒരു മലയ്ക്ക് മുകൾ വശത്താണ്, മുകളിലാണ്. അവിടെ കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് ഈ പുലി ഈ കാണുന്ന പാറക്കൂട്ടങ്ങൾക്കിടയിൽ നിരവധി അള്ളുകളുണ്ട്. ഈ അള്ളുകൾക്കിടയിലാണ് ഉള്ളത് എന്നുള്ള ഒരു കണ്ടെത്തൽ വനം വകുപ്പ് നടത്തിയത്. ഇതിനുശേഷം ഇവിടെ ഈ താഴെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു ഷെഡുണ്ട്. ആ ഷെഡിന് സമീപത്തൊരു കൂടി സ്ഥാപിച്ചു. അത്തരത്തിൽ 2 കൂടുകൾ നിലവിൽ ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് പുലിയെ പിടികൂടുന്നതിനായി. നിലവിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്ന കൂട്ടിൽ പുലി വീഴും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് വനംവകുപ്പിനുള്ളത്. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഈ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അതായത് കൂട് സ്ഥാപിച്ച നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ പ്രദേശത്തുള്ള ആളുകൾ വലിയ ഭീതിയിലാണ് എന്ന് തന്നെ പറയാം. കാരണം ഇവർക്ക് ഇത്രയും നാളും ഇവർക്കറിയില്ലായിരുന്നു ഇങ്ങനെ പുലി ഉണ്ട് എന്നുള്ള കാര്യം. പ്രധാനമായും ഈ പ്രദേശത്തിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലൊന്നും തന്നെ വനപ്രദേശമല്ല, ജനനിബിഡമായ പ്രദേശമാണ്. വനപ്രദേശം കിലോമീറ്ററുകൾക്ക് അപ്പുറത്ത് മാത്രമാണ് വനപ്രദേശങ്ങളുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പുലി എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തതയുണ്ട്. എന്തായാലും ഇവിടെ നിന്നുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അവർ വലിയ ഭീതിയിലാണ്. കാരണം കുട്ടികളടക്കം, കൊച്ചു കുട്ടികളടക്കം നിരവധി ആളുകളാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ അവരെല്ലാം തന്നെ വലിയ ഭീതിയിലാണ്. അവരുടെ ഭീതി എത്രത്തോളം എന്നുള്ളത് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം. 3-ാം തീയതി രാവിലെ കൊച്ചു വെള്ളം ഉണ്ടോ നോക്കാൻ വേണ്ടി ടാങ്കിൻ്റെ അടുത്ത് കയറി പോയപ്പോഴാണ് പുലിയെ കൊണ്ടു. 7 മണിയൊക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ അവൾ വേഗം ഇറങ്ങി പോകുന്നു. കണ്ടിട്ട് പേടിച്ചോടി ഇറങ്ങി പോകുന്നു. ഞങ്ങളോട് വന്ന് അപ്പുറമുള്ള വീട്ടിലെ അവരെയൊക്കെ വിളിച്ചു. അവർ വന്നു. പിന്നെ പോലീസിനെ അറിയിച്ചു. ഫോറസ്റ്റുകാർ വന്നു, പോലീസ് വന്നു. അപ്പോൾ ഇവരൊക്കെ ഇവിടെ കയറിപ്പോയി നോക്കിയപ്പോൾ കണ്ടില്ല അത് എങ്ങോട്ടാണ് പോയെന്ന്. അത് കഴിഞ്ഞ് അന്ന് തന്നെ അവരൊന്ന് ക്യാമറ ഒക്കെ വെച്ചിട്ട് പോയി. 6-ാം തീയതി രാവിലെ വൈകുന്നേരം അത് പതിഞ്ഞിട്ടുണ്ടായിരുന്നു. 16-ാം തീയതി വന്ന് എടുത്ത് നോക്കിയപ്പോൾ ക്യാമറ പതിഞ്ഞു. പിന്നെ 17-ാം തീയതി 16-ാം തീയതി രാത്രി പിന്നെയും കണ്ടു. കണ്ണ് ലൈറ്റ് അടിച്ച് നോക്കി ഇവിടെ കണ്ണ് തെളിയുന്ന കണ്ടു. അപ്പോൾ 17-ാം തീയതി വന്ന് അവർ നോക്കി. അന്നേരം ഒരു ക്യാമറ അങ്ങോട്ട് വെച്ചു. അപ്പോൾ ശരിക്കും പുലിയാന്നുള്ളത് തെളിഞ്ഞു. പിന്നെ ഇന്നലെ കൊണ്ടുവന്ന് കൂട് വെച്ചു. 26-ാം തീയതി 28-ാം തീയതി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കഴിഞ്ഞ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും. പേടിയുണ്ട്. ഞങ്ങളോട് ഇവിടുന്ന് മാറണം എന്നാണ് പറഞ്ഞു. ഞങ്ങളിപ്പോൾ ഇതൊരു ഒറ്റയായിട്ടുള്ളൊരു വീടല്ലേ. ഇപ്പോൾ പട്ടിയൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങളോട് മാറണം എന്ന് പറഞ്ഞില്ല. പട്ടീനെ മാറ്റണം എന്ന് പറഞ്ഞു. പട്ടീനെ മാറ്റിയാൽ നമുക്കൊരു ആളനക്കം വന്നാലും ഒന്നും അറിയത്തില്ല. അപ്പോൾ ഞങ്ങൾ സന്ധ്യ ആകുമ്പോഴേ പകലൊക്കെ വീട് അടച്ചിട്ടായിരിക്കുന്നത്. കൊച്ചു തൊടുപുഴ കടക്കെ ജോലി പോകുന്നുണ്ട്. ചേട്ടൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകും. ഇപ്പം വാതിലടച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ നേരത്തെ ഇവിടെ കുറുക്കനും പട്ടിയുടെ ശല്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മാസത്തോളം, 1.5 മാസം മുമ്പോട്ട് ഇവിടെ കുറുക്കൻ്റെ ശല്യം തീരെ കുറവാണ്. അതിന് മുമ്പ് ഇതവണ താഴ്ഭാഗത്തൊക്കെ കുറുക്കൻ്റെ ഒരു അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു. പിന്നെ ഒത്തിരി നായ്ക്കളുണ്ടായിരുന്നു. അതിൻ്റെ കുറവ് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെല്ലാം പിടിച്ചുകൊണ്ട് പോയത് പിന്നീടാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഈ പുലിനെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് ഇതിനെല്ലാം പിടിച്ചുകൊണ്ട് പോയത് ഈ സാധനമാണെന്ന് അറിയുന്നത്. അതുകൊണ്ട് പിള്ളേർക്കെല്ലാം ഇപ്പോൾ പുറത്തിറങ്ങാൻ ഭയങ്കര പേടിയാണ്. പിന്നെ ഇവിടെ വനം എന്ന് പറയുന്നത് ഇവിടെ ആകെ ഒരു വനമുള്ള പിന്നെ കുളമാവാണ്, പിന്നെ തൊമ്മൻകുത്ത്. ഇത്രയും ഡിഫറൻസ് ഉണ്ട് ഈ വനം, ഈ കരിങ്കുന്നവും ഈ ഇടുക്കി വനവും തൊമ്മൻകുത്ത് വനം തമ്മിൽ. അപ്പോൾ ഒരിക്കലും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നെത്താനൊരു സാഹചര്യം കാണുന്നില്ല. കാരണം തൊടുപുഴ കടന്നു വരണം, അല്ല അവിടുന്ന് മുട്ടം കടന്നു വരണം. പക്ഷേ അവിടെ നിന്നൊന്നും വരാനുള്ള സാധ്യതയില്ല. പിന്നെ ഇതെങ്ങനെ വന്നു എന്ന് ഇത് വനംവകുപ്പ് തന്നെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് വനംവകുപ്പ് ഇത് കണ്ടെത്തി ഇതിനെ കൂടി സ്ഥാപിച്ച് ഇതിനെ കൂടിനകത്ത് കയറി ഇതിനെ ഈ ഇടുക്കിയൊന്നും വിടാതെ വേറെ എവിടെയെങ്കിലും അകലെ കൊണ്ട് വിടണമെന്നാണ് ഞങ്ങളെല്ലാവരെയും ആവശ്യം. ഇനിയിപ്പോൾ ഇത് ഉടനെ തന്നെ ഇത് തീരുമാനമായില്ലെങ്കിൽ എല്ലാവരും പ്രക്ഷോഭത്തിലേക്ക് പോകണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുവരെ പുലി ഈ പ്രാവശ്യം പുലി കൂട്ടിച്ചാടുന്ന പ്രതീക്ഷയായിട്ട് ഞങ്ങൾ നാട്ടുകാരെല്ലാം ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ വീഴും എന്ന പ്രാർത്ഥനയോടുകൂടി. അതുപോലെ തന്നെ ഈ പുലി ഇവിടെ ഉണ്ടെന്ന് സ്ഥിരീകരിച്ച് കൂട് വെച്ച് അതിനുശേഷം വനംവകുപ്പ് ഈ കൃത്യമായ പരിശോധനകൾ ഇവിടെ നടത്തുന്നുണ്ട്. അതായത് വന്ന് ആദ്യം കൂട് വെച്ചത് മുകളിലായിരുന്നു. അവർ മുകളിൽ വെച്ച് കഴിഞ്ഞിട്ട് എന്നും പിറ്റേ ദിവസം വരും നോക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഒരാഴ്ച മുകളിൽ വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴാണ് ഈ പുലിയുടെ സാധനത്തിന് താഴെ കണ്ട്. അപ്പോൾ ഇന്നലെ അത് നമ്മൾ മുകളിൽ നിന്ന് എടുത്ത് ഞങ്ങൾ കൂട് മുകളിൽ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ വെച്ചിട്ട് പോയപ്പം ഒരു 6:30-7 മണിയാണ് ഇവിടുന്ന് പോയത്. ഇപ്പോൾ ഇന്ന് ഉച്ച കഴിഞ്ഞ് അവർ നോക്കാൻ വേണ്ടിയിട്ട് വരും. അവർക്ക് പറ്റുന്ന സഹായങ്ങൾ നമുക്ക് ചെയ്ത് തരുന്നുണ്ട്.
പക്ഷെ ഇത് എന്താണ് ഈ സാധനം കൂട്ടിൽ കയറാത്ത എന്നാണ് മനസ്സിലാകാത്തത്. വന്യമൃഗങ്ങൾ ഒരു തരത്തിലും എത്തിപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു പ്രദേശമാണ് ഇവിടം. അതുകൊണ്ട് തന്നെ ഈ പുള്ളിപ്പുലി എങ്ങനെ ഇവിടെ എത്തി എന്നുള്ള കാര്യത്തിൽ ഇനി ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അത് കണ്ടെത്തേണ്ടത് വനംവകുപ്പാണ്. അത് കണ്ടെത്തി അതിലൊരു വിശദീകരണം നൽകണമെന്നൊരു ആവശ്യം ഇവിടുത്തെ പൊതുജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ ഈ ഭയചകിതമായ ഒരു അന്തരീക്ഷമാണുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ വനംവകുപ്പിന്റെ നിരീക്ഷണം ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമാകേണ്ടതായുമുണ്ട്. ഇപ്പോഴും പുലിയെ നേരിട്ട് കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാസത്തിലധികമായി അല്ലെങ്കിൽ 1.5 മാസത്തിലധികമായി ഈ പുലി ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് നിലവിൽ എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വഴികളെല്ലാം തന്നെ ഈ പുലിക്ക് പരിചയമുണ്ടാവും. അതുകൊണ്ട് വനംവകുപ്പിന്റെ ഒരു നിരീക്ഷണം ഈ മേഖല കേന്ദ്രീകരിച്ച് ശക്തമാക്കണമെന്നൊരു ആവശ്യവും എന്തായാലും ജനങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നുണ്ട്. ഈ കൂട് സ്ഥാപിച്ച സ്ഥലങ്ങളിൽ നിലവിൽ പുലി വീഴുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ജനങ്ങളുള്ളത്. എന്തായാലും ആ ഭീതിതമായ ഒരു അന്തരീക്ഷം ഈ മേഖലയിൽ നിലനിൽക്കുന്നുണ്ട്. വനംവകുപ്പിന്റെ കൃത്യമായ ഇടപെടൽ ഈ മേഖല കേന്ദ്രീകരിച്ച് ഇനിയും ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. സുബിൻ തോമസ്, ജനം, ഇടുക്കി.